നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ റൈസ് ബായുടെ കൂടാണ്. ദുബായിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച്, ഇന്ന് പുള്ളിക്ക് ഓഫൊക്കെയാണ്, അപ്പോൾ ഒരുമിച്ച് ഒരു യാത്രയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മള് ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ദുബായിലുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നതാണ്. ഏകദേശം 10 മില്യൺ ആൾക്കാരാണ് ഒരു സീസണിൽ ഇവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പം ലോകത്തിന്റെ പല ദേശങ്ങളുടെ പവലിയൻസും കാര്യങ്ങളും കൾച്ചറും എല്ലാം നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്ത് തന്നെ. ഫ്രണ്ട്സ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. കണ്ട് ഇതുപോലെ ലൈൻ നിന്നിട്ട്, വീക്ക് ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ലൈൻ കുറവായിരിക്കും. ഇപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ എൻട്രി ടിക്കറ്റ് ആണിത്. ഇതാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ്. എത്രയായിരുന്നു നമ്മൾ കൊടുത്തത്? 25 പെർ ഹെഡ്. 25 ദിർഹംസ് ആണ് ഇതിന്റെ ടിക്കറ്റ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് എൻട്രൻസ് കണ്ടുപിടിക്കണം. കുവൈറ്റ്. ഫ്രണ്ട്സ്, ഇവിടെ കുവൈറ്റ് ഉണ്ട്. അങ്ങോട്ട് നടക്കാം. കുവൈറ്റിന്റെ പവലിയൻസ്, യമന്, ഇങ്ങനെ ഓരോ ദേശത്തിന്റെ ഉണ്ട് കേട്ടോ. ഏത് ദേശത്തിന്റെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം? ഈജിപ്റ്റ്. അത് ശരിയാട്ടോ, കറക്റ്റ് ചോയ്സ്, ഗുഡ് ചോയ്സ്. ഈജിപ്തിന്റെ ഒരു പ്രത്യേക ഇതാണ്, മുഴുവൻ സ്വർണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതിയിലാണ്. ഫറവോന്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ. ബാക്കിയെല്ലാം നല്ലതാണ്, പക്ഷെ എന്നാലും ഒരു ഡിഫറെന്റ് ആണ് ഈജിപ്തിന്റെ. ഓരോ രാജ്യത്തിന്റെ സ്പോയിലർ അല്ല ഇവിടെ ഉണ്ട്. വല്ല ഹബീബി, ആ ജാओ ദുബായ്. ഫ്രണ്ട്സ്, പാലസ്തീനിലെത്തി. നമ്മൾ നടന്ന് പാലസ്തീനിലെത്തി. ദുബായിൽ നിന്ന് പാലസ്തീനിലെത്തി. പാലസ്റ്റൈൻ. അവിടെ തന്നെ നല്ല മ്യൂസിക്കും പരിപാടിയൊക്കെ ഉണ്ട്. അകത്ത് എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. പോയി നോക്കാം. പാലസ്തീനി കയറാം. പാലസ്തീനി. പാലസ്തീനി ഡാൻസ് കണ്ടല്ലോ. പാലസ്റ്റൈൻ്റെ ഒരു കൾച്ചർ, ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തു പറഞ്ഞാലും പാലസ്റ്റൈൻ്റെ അവസ്ഥയൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ ഒരു പ്രശ്നത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. എന്നാലും പാലസ്തീനികൾ അവരുടെ കൾച്ചർ അപ്ഹോൾഡ് ചെയ്ത് എൻജോയ് ചെയ്യുന്നു ഇവിടെ. അതിനോടൊപ്പം തന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ അല്ലേ? പാലസ്തീനിന്റെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് അവരുടെ ഒരു ഡാൻസ് ഏതായാലും ഇവിടെ കാണാൻ പറ്റി. അവരുടെ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അതൊരു വലിയ കാര്യം. ഇപ്പറേ ആഫ്രിക്കയാണ്, ഇപ്പറേ റോഡ് ഓഫ് ഏഷ്യ ആണ്. ഓ, ഇവിടെ വേണ്ട ആഫ്രിക്കയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. Africa entertainments and ready to present to you a very dramatic dance, a very wonderful dance by the name Gokwa.
And Goko, ladies and gentlemen, is a dance from a very wonderful country in Africa, by the name Zimbabwe. Are you ready for the show? Yeah! Thank you. Give it ഇത് ആഫ്രിക്കൻ ഡ്രസ്സ്. അവരുടെ സ്റ്റൈൽ ഫുൾ കളർഫുൾ ആയിരിക്കും അവരുടെ ഡ്രസ്സ് അല്ലേ. ഇതൊക്കെ അവരെന്തിനാ യൂസ് ചെയ്യുന്ന വല്ല ഐഡിയ ഉണ്ടോ? ഏത് ആ മാസ്ക് പോലത്തെ അതിന്റെ ഉള്ളിൽ കണ്ടില്ലേ, അതൊക്കെ എന്തിനാ അവർ യൂസ് ചെയ്യുന്നത്? മാസ്ക് അല്ലേ? ആ ഒരു പിടിയില്ല. Is that mask for decorative purpose or they wear it? Do they wear it? No, only for. Okay, Masai. Ha 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 ha. Husband and wife. Okay, okay. Ha 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 ha. So they just put it in the home. Oh, home. Okay. Okay, 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 okay. Masai ട്രൈബിന്റെ ആണ്. മസായ് ട്രൈബിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് സംഭവങ്ങളൊക്കെ. കെനിയയിൽ നിന്നും ഒക്കെയാണ്. ഓ മസായ് മാർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താടിക്ക് കൈയും കൊടുത്തിരിക്കുക. ആഫ്രിക്ക എന്ന് പറഞ്ഞാലും അങ്ങ് കിടക്കുമല്ലേ അല്ലേ? എന്നാ അടിപൊളിയല്ലേ, വലിപ്പമുള്ള കോണ്ടിനെന്റാ. ഫ്രഷ് കെനിയൻ ടീ. ഓ കെനിയൻ ടീ. കെനിയൻ ടീ എങ്ങനെ ആയിരിക്കും? നമ്മുടെ ഇന്ത്യൻ ടീ പോലെ ആയിരിക്കും? അവിടെ ഒത്തിരി ആഫ്രിക്കയിലും കുറെ നമ്മുടെ ടീ ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അവരുടെ ടീ എസ്റ്റേറ്റ്. ഒത്തിരി മലയാളികളും ടീ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ മലയാളികൾ പോയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര്. എത്യോപ്യൻ റെസ്റ്റോറന്റ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ആഫ്രിക്കയുടെ വിശേഷങ്ങൾ ഗൈസ്. അങ്ങനെ നമ്മള് റഷ്യയിൽ എത്തിയിരിക്കുന്നു. നടന്ന് റഷ്യയിൽ എത്തിയിരിക്കുന്നു. റഷ്യൻ പവലിയൻ. ഇത്ര ദൂരം ഉള്ളായിരുന്നല്ലേ? നമ്മൾ 2 അടി നടന്നപ്പോഴത്തെ ആഫ്രിക്കയിൽ നിന്ന് റഷ്യ എത്തി. അപ്പുറം യൂറോപ്പാണ്, തൊട്ടപ്പുറം യൂറോപ്പാണ്, അപ്പുറം അമേരിക്കാസ്, കൊറിയ, അങ്ങനെ വേണ്ടുന്ന കമ്പങ്ങളല്ല. അപ്പൊ നമുക്ക് റഷ്യയിൽ ഒന്ന് കയറി നോക്കാം. ഇന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു ദേശമാണല്ലോ അല്ലേ? നമ്മളെ പലവട്ടം സഹായിച്ചിട്ടൊക്കെ ഉള്ള ഒരു ദേശമാണ് റഷ്യ. റഷ്യൻ ഓർഗാനിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. വിൽക്കുന്നതൊക്കെ ചൈനീസ് ആണല്ലോ. റഷ്യന്ന് പേരേ ഉള്ളു. അതെല്ലാ പവലിയനിലും അങ്ങനെ തന്നെ, വേറെ വേറെ ആൾക്കാരാണ്. ഗൈസ് അവിടെ വെച്ച് ഞങ്ങളെ പൊക്കി സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു മൈക്ക് അലൗഡല്ല. അത് എന്തൊരു ന്യായമാണെന്ന് എനിക്കറിയത്തില്ല. മൈക്ക് ഫോണിലും മൈക്ക് ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർ ഒരു റൂള് പറഞ്ഞു. അന്നേരം ഞങ്ങൾ മൈക്ക് ഓഫാക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞ് പിന്നെ അയാൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ മൈക്കൊക്കെ ഓണാക്കി ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്തു. ഫ്രണ്ട്സ്, അടുത്തത് ചൈനയാണ്. കണ്ടില്ലേ, നമ്മൾ ചൈനയിലെത്തിയിരിക്കുന്നു. ചൈന കാണുമ്പോൾ തന്നെ റെഡാ, ഫുള്ള് റെഡാണ് കേട്ടോ. ചൈനയും റെഡുമായിട്ട് എന്ത് ബന്ധം? ബന്ധം അറിയില്ല, എന്തോ ബന്ധമാണെന്ന് അറിയത്തില്ല. ഫ്ലാഗിന്റെ ഇതുണ്ട്. ഏതായാലും ചൈനയ്ക്കുള്ളിൽ കയറി അങ്ങനെ ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ചൈനീസ് കാഫേ. മറ്റേ കയറും കിട്ടിയിട്ട് ഫുള്ള് അടിപൊളിയാണ്. ചെക്കന്റെ നോട്ടല്ല, സെയിൽസ് ഗേൾമാരുടെ പറയലോ. അങ്ങനെ കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, ഇതൊക്കെ
ചൈനയുടെ റോഡിൽ കൂടെയാണ് നടക്കുന്നത്. മുകളിലൊരു ചൈനീസ് പ്രോപ്പർ ഡ്രസ് ഇട്ടവരുണ്ടല്ലോ, അവർ ഡാൻസ് കളിക്കാൻ പോകുന്നു. അവരുടെ എന്തെങ്കിലും പ്രോഗ്രാം കാണും മിക്കവാറും. അവരുടെ കൾച്ചറൽ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഉണ്ടാവും, സൺഡേ അല്ലേ, സൺഡേ എന്തായാലും. അങ്ങനെ നമ്മൾ ചൈനയിൽ കൂടെ നടക്കുന്നു. ചൈനയിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ എങ്കിലും ദുബായിൽ വന്നിട്ട് നമുക്ക് ചൈനയുടെ ഒരു മുഖം കാണാൻ സാധിക്കുന്നു. ചൈനീസ് കൺസ്ട്രക്ഷൻ്റെ രീതി തന്നെയാണ് അവർ ഇതൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ചൈനീസ് ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക്സും കാര്യങ്ങളും. ചൈനക്കാർ പിന്നെ ഇലക്ട്രോണിക്സിലൊക്കെ പുലികളാണല്ലോ അല്ലേ, പുലികളല്ലേ. ബാക്കിയുള്ളവർ 500 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന അവന്മാർക്ക് 50 രൂപയ്ക്ക് ഉണ്ടാക്കും. ഏത് സാധനം വേണമെങ്കിലും, ഏത് സാധനം വേണമെങ്കിലും ഏതിന്റെയും കോപ്പി ഉണ്ടാക്കും. താങ്ക് യു. കുറച്ച് വലുപ്പമുള്ള പവലിയാണോ? ഇത് നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അവര് ചൈനീസുകാരെ ഹെൽപ്പ് ചെയ്ത്. അതാ നമ്മുടെ ഇന്ത്യയുടെ പവലിയനെ ഒന്നുമില്ല, ഒരു സംഭവം. ഇതിനകത്ത് കുറെ കൾച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊരു റിക്വസ്റ്റ് ഉണ്ട്, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്, ഇന്ത്യയിലെ പവലിയൻ ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ഇത് കണ്ടില്ലേ, ചൈനീസ് പവലിയൻ നല്ല രസമുണ്ട്. മച്ചു ഒരു ഷവർമ അടിച്ചേക്കാം. ദുബായ് വന്നിട്ട് ഷവർമ അടിച്ചില്ല പിന്നെ എന്നെ അടിക്കുക അല്ലേ? ഒരു ഷവർമ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ്. ഷവർമ അടിക്കാൻ പോവാ ഏതായാലും. അല്ല ഷവർമ ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ചാട്ടൊക്കെ കഴിച്ച് മടുത്തിരിക്കുക. ഏതായാലും ഷവർമ അടിക്കില്ലേ. ഷവർമ കഴിക്കുന്നു. കൊള്ളാം. ഇവിടെ ഫുള്ള് നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പരിപാടികളൊക്കെയാണ് കേട്ടോ. എത്ര അടിച്ചു? 7000. അടുത്ത ആളടിക്കാൻ പോവാണ്. എത്ര പവർ ഉണ്ടെന്ന് നോക്കാം. വാ, പൊളിച്ചു. 8000. മുമ്പത്തെ ആള് 7000, 8000. ഈ പുള്ളി അടിച്ചിട്ടുണ്ടോ? 9000 മേളി ഹയസ്റ്റ് സ്കോർ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ അടിക്കട്ടെ, നോക്കട്ടെ. പൊളിയോ, സാധനം പൊളിയോ. ഓ, 9141. സൂപ്പർ. എന്റെ പൊന്നോ, ഈ സാധനം കണ്ടോ? ഇതങ്ങ് മണ്ട വരെ കൊണ്ടുപോകും. എന്നിട്ടോ ഊഞ്ഞാല് പോലെ എടുത്തിട്ട് കറക്കും. ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ വേണ്ട. ബംബിൾ ബി. ഓ, മാറി നിൽക്കാല്ലേ, വെടിവെക്കും. ഇപ്പൊ വീഴും.
വില്ലേജൊക്കെ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.